തൃക്കടവൂർ ശിവരാജു. ആനയും ആനച്ചന്തവും ആനക്കമ്പവും മധ്യകേരളം എന്ന തൃശൂർ പാലക്കാട് ജില്ലകളുടെ മാത്രം കുത്തകയെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ തിരുവിതാംകൂറിന്റെ തിരുമുറ്റത്തുനിന്ന് ഒരു ഉശിരൻ പോരാളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജ സേനയിലെ ഉയരക്കേമൻ. ആനക്കമ്പക്കാരെ അടിതൊട്ട് മുടിയോളം ആവേശഭരിതരാകുന്ന അസാധാരണമായ തലയെടുപ്പ്. ഇവൻ രാജു, തൃക്കടവൂർ ശിവരാജു. 10 അടിയോടെടുത്ത ഉയരക്കേമത്തം. എന്നാലോ ഈക്യസ്ഥാനത്തിന്റെ ഉയരത്തേക്കാൾ കുറഞ്ഞത് ഒരടിയെങ്കിലും മേലെ നിൽക്കുന്ന തലയെടുപ്പ്. ഒപ്പം സഹീപുത്രന്മാരുടെ തനത് മേന്മകളെന്ന് പരക്കെ വാഴ്ത്തപ്പെടുന്ന അംഗോപാംഗ ലക്ഷണ തികവുകളുടെ ചേരുംപടി ചേർച്ചയും. കൊല്ലം ജില്ലയിലെ വിഖ്യാതമായ തൃക്കടവൂർ ക്ഷേത്രത്തിലെ ആന. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തൃക്കടവൂരപ്പന് 8 കരക്കാർ ചേർന്ന് നടക്കിരുത്തിയ ആനക്കുട്ടി. ഇന്നിപ്പോൾ തൃക്കടവൂർ ദേശത്തിന്റെ നാമം തിരുവിതാംകൂറിന്റെ അതിരുകളും കടന്ന് കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ രാജു എന്ന ഓമന പേരിൽ നാട്ടുകാർ വിളിക്കുന്ന ശിവരാജു തന്നെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാള നാട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ആനകളിൽ ഒന്ന് ശിവരാജു തന്നെ. വടക്കൻ നാട്ടിലേക്ക് അങ്ങനെ കാര്യമായൊന്നും കടന്നു വരാറില്ലാത്ത ശിവരാജുവിനെ നേരിൽ കാണാൻ തൃശ്ശൂരിലെയും പാലക്കാട്ടിലെയും എത്രയോ ആനപ്രേമികളാണ് തൃക്കടവൂർ ക്ഷേത്രത്തിലേക്കും ശിവരാജുവിന്റെ എഴുന്നള്ളിപ്പുള്ള തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കും അടുത്ത കാലത്തായി അനുദിനം എന്നോണം എത്തുന്നത്. കോന്നി ആനക്കോട്ടിൽ നിന്നാണ് ശിവരാജു തൃക്കടവൂരിലേക്ക് എത്തുന്നത്. കോന്നി റേഞ്ചിന് കീഴിൽ അട്ടത്തോട് ഭാഗത്തെ കാട്ടിൽ ഒരു പഴങ്കുഴിയിൽ വീണ ആനക്കുട്ടി. നിയമം മൂലം ആനപിടുത്തം നിരോധിക്കപ്പെട്ടിട്ടും കാട്ടിൽ അവിടെവിടെയായി മൂടാതെ കിടക്കുന്ന പഴയ വാരിക്കുഴികളെയാണ് പഴങ്കുഴി എന്ന് വിളിക്കുന്നത്. കുഴിയിൽ വീഴുന്ന സന്ദർഭത്തിൽ ആനക്കുട്ടിയുടെ പ്രായം ഏറിയാൽ 5 വയസ്സ്. കുഞ്ഞിക്കൊമ്പുകൾ മുളച്ചു വരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ലക്ഷണങ്ങളെല്ലാം ഒന്നിനൊന്നി മികച്ചു നിൽക്കുന്ന ശിവരാജുവിന്റെ കൊമ്പുകളും ചെവികളും എടുത്തു പറയേണ്ടവയാണ്. അത്ര വണ്ണമുള്ളവയല്ലെങ്കിലും തെല്ലു പകച്ചകന്ന നീളൻ കൊമ്പുകളും അസാമാന്യ വലിപ്പമാർന്ന ചെവികളും അവന് ആഫ്രിക്കൻ ആനയുടെ ഭാവഗാംഭീര്യം പകരുന്നു. നീണ്ട തുമ്പിക്കൈയും തെറ്റില്ലാത്ത വായുകുംഭവും കരിങ്കുറപ്പ് നിറച്ച ഉറച്ച കാലുകളുമെല്ലാം രാജുവിന്റെ പ്രതിഭാവിലാസങ്ങൾ തന്നെ. ഇടനീളം കുറച്ചു കുറവാണെന്ന് മാത്രമാവാം ചെറിയൊരു ന്യൂനത. പിന്നെ കണ്ണു കിട്ടാതിരിക്കാൻ എന്നോണം എങ്ങനെയോ ഒരു ചെവിയിലുണ്ടായ ചെറിയ മുറിപ്പാടും. തൃക്കടവൂരപ്പനെ പോലെ തന്നെ ശിവരാജുവും സ്വതവേ ഇത്തിരി ശുണ്ഠിക്കാരനാണെങ്കിലും ഇരമ്പിയാക്കുന്ന പുരുഷാരത്തിന് നടുവിലൂടെ തന്റെ വാലിൽ തൂങ്ങിപ്പിടിച്ചു കൊണ്ടോടുന്ന നാട്ടുകൂട്ടത്തെയും വകവയ്ക്കാതെ അക്ഷോഭ്യനായി കുതിക്കുന്ന ശിവരാജു ആനപ്രേമികൾക്കിടയിൽ ഒരു അത്ഭുതമാണ്. കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ക്ഷേത്രത്തിൽ അനേക ദശകങ്ങളായി കടന്നുവരുന്ന ആനവാൽപ്പിടി എന്ന ചടങ്ങിലും ആനയോട്ടത്തിലുമാണ് തൃക്കടവൂർ ശിവരാജുവിന്റെ ക്ഷമയും സഹനശക്തിയും വർഷങ്ങളായി മാറ്റുരയ്ക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ആചാരം നിരോധിച്ചു എങ്കിലും ശിവരാജുവിന്റെ നിലയും വിലയും കേട്ടറിഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ക്ഷേത്രാങ്കണത്തിലേക്കും എത്തിക്കുവാൻ മത്സരിക്കുകയാണ് ആനപ്രേമികൾ. വൈക്കത്തഷ്ടമിക്കും തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിനും വരെ പോയ വർഷം തിടമ്പേറ്റി പത്തരമാറ്റ് പ്രഖ്യാപിച്ച ശിവരാജു അധികം വൈകാതെ തന്നെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനും നിറസാന്നിധ്യമായി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഒരു ഉശിരൻ ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.